പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, യോഹന്നാന്റെ സുവിശേഷം പഠിക്കാൻ ഒരിക്കൽ കൂടി ദൈവം തന്ന അനുഗ്രഹത്തിന് നമുക്ക് നന്ദി പറയാം. കർത്താവിൻ്റെ വലിയ കരുണയാണ് നമുക്ക് ആയുസ്സും ആരോഗ്യവും തന്ന് തിരുവചനങ്ങൾ ആവോളം ഭക്ഷിക്കാൻ നമ്മെ സഹായിക്കുന്നത്. ഇത് ദൈവത്തിൻ്റെ കരുണയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വചനത്തെ നമുക്ക് തരാനായി ദൈവം തിരഞ്ഞെടുത്ത പരിശുദ്ധ കന്യകാമാതാവിൻ്റെ മധ്യസ്ഥവും പ്രാർത്ഥനയും യാചിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ വചന പഠനത്തിലേക്ക് കടക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. ഹല്ലേലൂയ. നിങ്ങളെ ഒരിക്കൽ കൂടി വീണ്ടും കാണാൻ ദൈവം ഇടയാക്കുന്നതിന് ദൈവത്തിൻ്റെ മഹത്വം. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിലാണ്. 6-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ അവസാനിപ്പിച്ചത്. 6-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം, ജോൺ 6:12. അവർ ഭക്ഷിച്ച് തൃപ്തരായപ്പോൾ അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, ഒന്നും നഷ്ടപ്പെടാതെ മിച്ചമുള്ള കഷണങ്ങളെല്ലാം ശേഖരിക്കുവിൻ. ഒന്നും നഷ്ടപ്പെടരുത്. ഇവിടെ നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് പരിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ടതാണ് എന്ന മറ്റൊരു സൂചനയാണിത്. ഒരു ചെറിയ ഫ്രാഗ്മെൻ്റ് പോലും, ചെറിയൊരു കഷണം പോലും നഷ്ടപ്പെട്ടു പോകരുതെന്ന് യേശു നിർബന്ധിക്കുന്നു. ശിഷ്യന്മാരോട് പറയുകയാണ്, ഒരു കഷണം പോലും നഷ്ടപ്പെടാതെ, ഒന്നും നഷ്ടപ്പെടാതെ മിച്ചമുള്ള കഷണങ്ങളെല്ലാം ശേഖരിക്കണം. 5 ബാർലിയപ്പത്തിൽ നിന്ന് ജനങ്ങൾ ഭക്ഷിച്ചതിന് ശേഷം മിച്ചം വന്ന കഷണങ്ങൾ 12 കുട്ട നിറയെ അവർ ശേഖരിച്ചു. അവൻ പ്രവർത്തിച്ച അടയാളം കണ്ട ജനങ്ങൾ. അപ്പോൾ ഇവിടെ നമുക്ക് ചെറിയ പഴയ നിയമത്തിലേക്ക് ഒന്ന് തിരിച്ചു പോയിട്ട് നമുക്കൊരു ചെറിയ ഒരു താരതമ്യം നടത്തേണ്ടതുണ്ട്. അതിന് നമ്മൾ പുറപ്പാട് പുസ്തകത്തിൻ്റെ 16-ാമത്തെ എക്സോഡസ് 16, പുറപ്പാട് പുസ്തകത്തിൻ്റെ 16-ാം അധ്യായത്തിലേക്ക് ഒന്ന് വരേണ്ടതുണ്ട്. ഇവിടെ മന്ന കൊടുക്കുമ്പോൾ, പുറപ്പാട് 16 എക്സോഡസ് 16 മന്ന കൊടുക്കുന്ന സമയത്ത് നമ്മൾ കാണുന്നുണ്ട്. 14 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. പുറപ്പാട് 16:14 മുതൽ. മഞ്ഞുരുകിയപ്പോൾ മരുഭൂമിയുടെ ഉപരിതലത്തിൽ പൊടിമഞ്ഞ് പോലെ വെളുത്തുരുണ്ട് ലോലമായ ഒരു വസ്തു കാണപ്പെട്ടു. ഇസ്രായേൽക്കാർ ഇത് കണ്ടപ്പോൾ പരസ്പരം ചോദിച്ചു, ഇതെന്താണ്? അതെന്താണെന്ന് അവർ അറിഞ്ഞിരുന്നില്ല. അപ്പോൾ മോശ അവരോട് പറഞ്ഞു, കർത്താവ് നിങ്ങൾക്ക് ഭക്ഷണമായി തന്നിരിക്കുന്ന അപ്പമാണിത്. കർത്താവ് കൽപ്പിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്, ഓരോരുത്തരും തൻ്റെ കൂടാരത്തിലുള്ള ആളുകളുടെ എണ്ണമനുസരിച്ച് ആളൊന്നിന് 1 ഓമർ വീതം ശേഖരിക്കട്ടെ. ഇസ്രായേൽക്കാർ അപ്രകാരം ചെയ്തു. ചിലർ കൂടുതലും ചിലർ കുറവും ശേഖരിച്ചു. പിന്നീട് ഓമർ കൊണ്ട് അളന്നു നോക്കിയപ്പോൾ കൂടുതൽ ശേഖരിച്ചവർക്ക് കൂടുതലോ കുറവ് ശേഖരിച്ചവർക്ക് കുറവോ ഉണ്ടായിരുന്നില്ല. ഓരോരുത്തരും ശേഖരിച്ചത് അവന് ഭക്ഷിക്കാൻ മാത്രമുണ്ടായിരുന്നു. മോശ അവരോട് പറഞ്ഞു, ആരും അതിൽ നിന്ന് അല്പം പോലും പ്രഭാതത്തിലേക്ക് നീക്കിവെക്കരുത്. എന്നാൽ അവർ മോശയെ അനുസരിച്ചില്ല. ചിലർ അതിൽ നിന്നൊരു ഭാഗം പ്രഭാതത്തിലേക്ക് നീക്കിവെച്ചു. അത് പുഴുത്തു മോശമായി. മോശ അവരോട് കോപിച്ചു. ഇവിടെ പുറപ്പാട് 16 നമ്മൾ കാണുന്നത്, ഇസ്രായേൽ മക്കൾ മന്ന ലഭിക്കുന്ന, സ്വർഗത്തിൽ നിന്നുള്ള ഈ അപ്പം ലഭിക്കുന്ന സമയത്ത് മന്ന അവർ ശേഖരിച്ചു ഭക്ഷിച്ചു. എന്നാൽ യോഹന്നാൻ 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഭക്ഷിച്ചു, പിന്നീട് മിച്ചം വന്നത് ശേഖരിച്ചു. ഞാൻ ഒരു താരതമ്യത്തിലേക്ക് നിങ്ങളെ വിളിക്കുകയാണ്. അതായത് പഴയ നിയമത്തിൽ ദൈവം കൊടുത്തത് അവർ ശേഖരിച്ചു, അവർ ഭക്ഷിച്ചു. പുതിയ നിയമത്തിൽ ദൈവം കൊടുത്തു, അവർ ഭക്ഷിച്ചു, മിച്ചം വന്നത് ശേഖരിച്ചു. ഇത് പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള ഒരു വ്യത്യാസം സൂചിപ്പിക്കുന്നതാണ്. പഴയ ഉടമ്പടിയുടെയും പുതിയ ഉടമ്പടിയുടെയും വ്യവസ്ഥകളിലുള്ള വ്യത്യാസം സൂചിപ്പിക്കുന്ന ഒരു ആശയമാണ്. അതായത് അത് നന്നായി ശ്രദ്ധിക്കുക. പഴയ നിയമ ജനത പ്രവർത്തിച്ചപ്പോൾ അവർക്ക് ദൈവാനുഗ്രഹങ്ങൾ കിട്ടി. എന്നാൽ പുതിയ നിയമ ജനത പ്രവർത്തിക്കുന്നുണ്ട്, എന്നാൽ
അവർ പ്രവർത്തിക്കുകയല്ല അത് ചെയ്യുന്നത്. അവർക്ക് കൃപ ലഭിക്കുന്നു, ആ കൃപയിൽ അവർ പ്രവർത്തിക്കുന്നു. പഴയ നിയമ ജനതയ്ക്ക് മുറ്റത്തിറങ്ങി ഈ അപ്പം ശേഖരിച്ചാൽ മാത്രമേ അവർക്ക് കഴിക്കാൻ പറ്റൂ. പുതിയ നിയമ ജനതയ്ക്ക് ദൈവം അവർ ശേഖരിക്കേണ്ട ആവശ്യമില്ല, അവർ ഇരുന്നാൽ മതി, അവർക്ക് ദൈവം വിളമ്പി കൊടുക്കുകയാണ്. അവർ എടുത്ത് കളക്ട് ചെയ്ത് കൊണ്ടുപോയി ഭക്ഷിക്കുകയല്ല, ദൈവം അവരുടെ അടുത്തേക്ക് ചെന്ന് അവർക്ക് അവരിയ്ക്കുന്നിടത്ത് വിളമ്പി കൊടുക്കുകയാണ്. പുതിയ നിയമം സമ്പൂർണമായും പുതിയ നിയമ കൃപ, യേശുവിലൂടെ വന്ന കൃപ ഒരു സൗജന്യദാനമാണ് എന്നതിൻ്റെ ഒരടയാളം കൂടിയാണിത്. സമ്പൂർണമായും ഒരു സൗജന്യദാനമാണ്. സാൽവേഷൻ ഈസ് എ ഫ്രീ ഗിഫ്റ്റ്, കംപ്ലീറ്റ്ലി ഫ്രീ. ഇനി ആ സൗജന്യദാനം സ്വീകരിച്ച് ഭക്ഷിച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു? പിന്നീട് അപ്പസ്തോലന്മാർ അത് ശേഖരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ എല്ലാ നന്മ പ്രവൃത്തികളും വരുന്നത് ദൈവം തന്ന കൃപ സ്വീകരിച്ച് ആ കൃപയിൽ ചെയ്യുന്ന പ്രവൃത്തികളാണ് പുതിയ നിയമത്തിലെ പ്രവൃത്തികൾ. ജഡത്തിൽ ചെയ്യുന്ന പ്രവൃത്തിയാണ് പഴയ നിയമത്തിലെ പ്രവൃത്തി. സ്വന്തം കഴിവുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിയാണ് പഴയ നിയമത്തിലെ പ്രവൃത്തി. എന്നാൽ കൃപാജീവിതത്തിൻ്റെ നിറവിൽ കൃപയിൽ ചെയ്യുന്ന പ്രവൃത്തിയാണ് പുതിയ നിയമത്തിലെ പ്രവൃത്തി. പുതിയ നിയമ പ്രവൃത്തിയുടെ വ്യത്യാസം അത് ചെയ്യുന്നത് ആ വ്യക്തിയല്ല, ആ വ്യക്തിയുടെ ജഡമല്ല, ആ വ്യക്തിയുടെ കഴിവല്ല, ആ വ്യക്തിയല്ല, മറിച്ച് ദൈവകൃപയാണ്. അതാണ് പൗലോസ് അപ്പോസ്തലൻ്റെ ആ ക്ലാസിക് സ്റ്റേറ്റ്മെൻറ്റ്, ഞാൻ എന്തായിരിക്കുന്നു അത് ദൈവകൃപയാലാണ്, മറ്റെല്ലാവരെയേക്കാൾ കൂടുതൽ ഞാൻ അധ്വാനിച്ചുവെങ്കിലും ഞാനല്ല അധ്വാനിച്ചത്, എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്. ഞാനല്ല അധ്വാനിച്ചത്, എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്. അപ്പോൾ അത്രമാത്രം സൗജന്യമായി നമുക്ക് ദൈവം ഈ കൃപ തരുന്നു. ആ കൃപ സ്വീകരിക്കാൻ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? എന്താണ് ചെയ്യേണ്ടത്? കൃപ സ്വീകരിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് യേശു പറയുന്ന വാക്കുകൾ വിശ്വസിച്ച് അവൻ്റെ മുമ്പിൽ ഇരിക്കുക എന്നുള്ളത് മാത്രമാണ്. ഇത് പ്രവൃത്തികളില്ലാത്തൊരു മതത്തെക്കുറിച്ചല്ല പുതിയ നിയമം പറയുന്നത്. പുതിയ നിയമം പ്രവൃത്തികളാൽ സമ്പന്നമാണ്, സമ്പുഷ്ടമാണ്. നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് മറ്റുള്ളവർ സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തണം എന്നാണ് യേശു പറഞ്ഞത്. അന്ത്യവിധിയിൽ ദൈവം മനുഷ്യനെ വിധിക്കാൻ പോകുന്നത് അവൻ്റെ പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിലാണ്. സൽക്കർമ്മത്തിൽ സ്ഥിരതയോടെ നിന്ന് മഹത്വവും ബഹുമാനവും അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് നിത്യജീവൻ പ്രദാനം ചെയ്യുമെന്നാണ് റോമർ 2 പറയുന്നത്. അപ്പോൾ പ്രവൃത്തികളെ വേണ്ട എന്ന് പറയുന്ന ഒരാത്മീയതയല്ലിത്. പ്രവൃത്തികൾക്ക് വിലയില്ല എന്ന് പറയുന്ന ആത്മീയതയുമല്ല. എന്നാൽ പ്രവൃത്തികളുടെ സ്ഥാനം ഒരു മനുഷ്യൻ്റെ ജഡത്തിൽ നിന്ന് വരുന്ന പ്രവൃത്തികളല്ല എന്നുള്ളതാണ്. അത്തരം പ്രവൃത്തികളെ ബൈബിൾ വിളിക്കുന്നത് നിർജീവ പ്രവൃത്തികൾ എന്നാണ്. ഒന്നിനും കഴിവില്ലാത്ത പ്രവൃത്തികൾ. അത്തരം പ്രവൃത്തികളെ ബൈബിൾ വിളിക്കുന്നത് മലിന വസ്ത്രം എന്നാണ്. ജഡത്തിലെ പ്രവൃത്തി മലിന വസ്ത്രം. അത്തരം പ്രവൃത്തികളെ മുഷിഞ്ഞ വസ്ത്രമായിട്ടാണ് ബൈബിൾ കാണുന്നത്. അതിന് വിലയില്ല. ആ പ്രവൃത്തി കൊണ്ട് മനുഷ്യന് സ്വർഗമോ നിത്യജീവനോ പ്രാപിക്കാൻ കഴിയില്ല. എന്നാൽ മനുഷ്യൻ സ്നേഹിക്കും, കരുണ കാണിക്കും, ക്ഷമിക്കും, ജീവൻ കൊടുക്കും, യേശുവിന് വേണ്ടി ജീവിക്കും, എല്ലാ നല്ല പ്രവൃത്തികളിലും അനുദിനം വളർന്നു വരും, സൽകൃത്യങ്ങളിൽ സ്ഥിരതയോടെ നിന്ന് അക്ഷയത്വവും ബഹുമാനവും അന്വേഷിക്കും. പക്ഷെ അത് അവർ ചെയ്യുന്നത് സ്വന്തം കഴിവിലല്ലത്. എല്ലാ ക്രിസ്തീയ പ്രവൃത്തികളും കൃപയാലുള്ള പ്രവൃത്തികളാണ്. കൃപയിലുള്ള പ്രവൃത്തിയാണ്, കൃപയാൽ നയിക്കപ്പെടുന്ന പ്രവൃത്തികളാണ്. അപ്പോൾ ഇതാണ് ഈ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്ന മറ്റൊരു മനോഹരമായ ആശയം. ഈ സാൽവേഷൻ, റിഡംഷൻ ഈസ് കംപ്ലീറ്റ്ലി എ ഫ്രീ ഗിഫ്റ്റ് ഫോർ വിച്ച് ദർ ഇസ് നോ ഹ്യൂമൻ ആക്ഷൻ പ്രീസീഡഡ്. ഇത് ത്രന്തോസ് സൂനകദോസ് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആദിമ നീതീകരണത്തിന് മനുഷ്യൻ്റെ മുമ്പിൽ മറ്റൊരു പ്രവൃത്തിയും അതിന് മുൻപായി അതിനെ സഹായിക്കുന്നില്ല. സമ്പൂർണമായി രക്ഷ സൗജന്യ ദാനമാണ്. അത് അവൻ നമ്മുടെ വീട്ടുമുറ്റത്ത് നമ്മുടെ കൺമുമ്പിൽ വിളമ്പിത്തരികയാണ്. നമ്മൾ ചെയ്യേണ്ടത് അവൻ്റെ വാക്കുകളെ വിശ്വസിച്ച് അവൻ്റെ മുമ്പിൽ ഇരിക്കുക എന്നുള്ളത് മാത്രമാണ്. സോ Christian work, Christian action is done purely and completely by grace. അപ്പോൾ ഈ കാര്യത്തിൽ ഒരു കൃത്യത നമുക്ക് ആവശ്യമുണ്ട്.
അപ്പോൾ ഈ ഭാഗം നമ്മൾ വായിച്ച് അവസാനിപ്പിച്ചതിന് ശേഷം നമുക്ക് കുറെ കൂടി വിശദീകരണങ്ങൾ ഇവിടെ നടത്താനുണ്ട്. അവർ ഭക്ഷിച്ച് തൃപ്തരായപ്പോൾ അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, ഒന്നും നഷ്ടപ്പെടാതെ മിച്ചമുള്ള കഷ്ണങ്ങളെല്ലാം ശേഖരിക്കുവിൻ. 5 ബാർലിയപ്പത്തിൽ നിന്ന് ജനങ്ങൾ ഭക്ഷിച്ചതിന് ശേഷം മിച്ചം വന്ന കഷണങ്ങൾ 12 കുട്ട നിറയെ അവർ ശേഖരിച്ചു. അവൻ പ്രവർത്തിച്ച അടയാളം കണ്ട ജനങ്ങൾ പറഞ്ഞു, ലോകത്തിലേക്ക് വരാനിരുന്ന പ്രവാചകൻ സത്യമായും ഇവനാണ്. അവർ വന്ന് തന്നെ രാജാവാക്കാൻ വേണ്ടി ബലമായി പിടിച്ചുകൊണ്ട് പോകാൻ ഭാവിക്കുന്നു എന്ന് മനസ്സിലാക്കിയ യേശു വീണ്ടും തനിയെ മലമുകളിലേക്ക് പിന്മാറി. അപ്പോൾ ഈ ഭാഗം നമ്മളിനി വായിക്കുമ്പോൾ, അല്ലെ ഈ ഭാഗം വായിച്ചതിൻ്റെ വെളിച്ചത്തിൽ യേശുവിൻ്റെ ക്യാരക്ടറിൻ്റെ, യേശുവിൻ്റെ സ്വഭാവത്തിൻ്റെ 5 സവിശേഷതകൾ നമുക്ക് ഈ ഭാഗത്ത് നിന്ന് കാണാൻ കഴിയും. യേശുവിൻ്റെ സ്വഭാവത്തിൻ്റെ 5 സവിശേഷതകൾ. 5 സവിശേഷതകൾ നമ്മൾ ഓരോന്നോരോന്നായിട്ട് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്, യേശുവിന് ജനത്തെക്കുറിച്ചുള്ള അറിവ്, ഹിസ് നോളജ് ഓഫ് പീപ്പിൾ. യേശുവിൻ്റെ ക്യാരക്ടറിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത, അവന് ജനത്തെ നന്നായി അറിയാം. ജനത്തിൻ്റെ ഹൃദയം അറിയാം, ജനത്തിൻ്റെ ആവശ്യങ്ങൾ അറിയാം, ജനത്തിൻ്റെ മനഃശാസ്ത്രം അറിയാം. ഒന്നാമത്തെ കാര്യം, ഈ യേശു ഈ ജനത കടന്നു വരുന്നതിന് മുമ്പ് തന്നെ അപ്പസ്തോലന്മാരോട്, ഫിലിപ്പോസിനോട് പറയുകയാണ്, ഈ ജനം പട്ടിണിയാണ്, ഇവർക്ക് നമ്മൾ എങ്ങനെ ആഹാരം കൊടുക്കും? ഈ ജനം വന്നിട്ടില്ല. യേശു കണ്ണുകൾ ഉയർത്തി നോക്കുമ്പോൾ ഒരു വലിയ ജനതതി തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് ഫിലിപ്പോസിനോട് പറഞ്ഞു. ഹിസ് നോളജ് ഓഫ് പീപ്പിൾ, ഈ വരുന്ന ജനം വിശന്ന് വലഞ്ഞു വരികയാണെന്നുള്ള അവൻ്റെ അറിവ്. അപ്പോൾ അതുകൊണ്ട് യേശുവിന് നമ്മുടെ പ്രശ്നങ്ങൾ നാം പറയുന്നതിന് മുമ്പ് തന്നെ അറിയാം. അവന് നമ്മെ അറിയാം. ഈ പുറപ്പാടിൽ മോശയോട് ദൈവം പറയുന്ന മനോഹരമായ ഒരു വാചകമുണ്ട്, മോശെ, എനിക്ക് നിന്നെ നന്നായി അറിയാം. അപ്പോൾ നമ്മുടെ ബലവും ബലക്കുറവുകളും അറിയാവുന്നവനാണ് യേശു. അറിയാവുന്നത് കൊണ്ട് തന്നെ രണ്ടാമത്തെ കാര്യം, വിശന്നു വലഞ്ഞു വരുന്ന ഈ ജനത്തിന് എങ്ങനെ ഭക്ഷണം കൊടുക്കണമെന്നും അവൻ നേരത്തെ മനസ്സിൽ കണക്ക് കൂട്ടിയിരുന്നു. ഈ അറിവ് ഒരു ഇൻ്റലക്ച്വൽ നോളജ് മാത്രമല്ല, ഈ അറിവ് അവനെ എന്ത് പരിഹാരം നിർദ്ദേശിക്കണമെന്ന പ്രായോഗികമായ ഒരു കാര്യത്തിലേക്ക് കൂടി നയിക്കുന്ന അറിവാണ്. ഇതൊരു രക്ഷാകരമായ അറിവാണ്, രക്ഷിക്കുന്ന അറിവാണ്. ഇതൊരു പരിഹാരമുള്ള അറിവാണ്, പരിഹാരം കണ്ടെത്തുന്ന അറിവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ he knew the solution to it. He knew that they were hungry and he perfectly well knew the solution by which this issue can be solved. അപ്പോൾ ഇത് യേശുവിൻ്റെ അറിവ്. നമുക്ക് യേശുവിനെ ട്രസ്റ്റ് ചെയ്യാം, കാരണം യേശുവിനെ നമ്മെ നന്നായി അറിയാം. യേശുവിൻ്റെ ക്യാരക്ടറിൻ്റെ ഇവിടെ നമ്മൾ കാണുന്ന രണ്ടാമത്തെ പ്രത്യേകത, അറിവ് മാത്രമല്ല, ഈ അറിവ് ലഭിക്കുന്ന യേശു ജനത്തെ കരുതുക കൂടി ചെയ്യുന്നുണ്ട്. ഹിസ് കൺസേൺ ഫോർ ഹിസ് പീപ്പിൾ. ഇതൊരു ഒരു ഒരു നിർമ്മമത നിറഞ്ഞ അറിവല്ല. ദിസ് ഈസ് നോട്ട് ആൻ ഇൻഡിഫറൻറ്റ് നോളജ്, എ നോളജ് അബൌട്ട് വിച്ച് യു ആർ ഇൻഡിഫറൻറ്റ്. ഒരു കാര്യം നമുക്കറിയാം, പക്ഷെ അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് നമുക്ക് വൈകാരികമായ ഒരു പ്രതികരണവും ഒരു നടപടിയുമില്ല. വി നോ, നമുക്കറിയാം അവന് കഷ്ടപ്പാടാണ്, നമുക്കറിയാം. ആ കുടുംബത്തിൽ കണ്ണുനീരാണ്, നമുക്കറിയാം. ആ കുഞ്ഞ് ഒത്തിരി അപമാനത്തിലൂടെ പോകുന്നുണ്ട്, നമുക്കറിയാം. ആ കുട്ടി ഒത്തിരി ശ്വാസം മുട്ടുന്നുണ്ട്, നമുക്കറിയാം. ബട്ട് വി ഡോണ്ട് ഡു എനിത്തിങ് അബൌട്ട് ഇറ്റ്. പക്ഷേ യേശു അങ്ങനെയല്ല. അവൻ ആ അറിവിനെ ഗൗരവമായി എടുത്ത് ജനത്തെ കരുതുന്ന ആളാണ്. ഹിസ് കൺസേൺ. ആ കൺസേൺ നമ്മൾ ഒത്തിരി ഇടങ്ങളിൽ കാണാൻ പറ്റും. അതായത് ആ കൺസേൺ എന്ന് പറയുന്നത്, അവൻ തൻ്റെ റിസോഴ്സ് എടുത്ത് തന്നെ തന്നെ വ്യയം ചെയ്ത് അവർക്ക് അതിനു വേണ്ടി ഒരു പരിഹാരം കണ്ടെത്തുന്ന അറിവാണ്. ആ അറിവിൽ ആ ജനത്തെക്കുറിച്ചുള്ള കരുതലുണ്ട്. ആ ജനത്തിന് അവൻ അപ്പം കൊടുക്കുകയാണ്. അപ്പം മാത്രമല്ല അവൻ കൊടുക്കുന്നത്, അവൻ പിന്നീട് തന്നെ തന്നെ കൊടുക്കുകയാണ്. കാൽവരിയിൽ തന്നെ തന്നെ ബലിയായി കൊടുക്കുകയാണ്, തന്നെ തന്നെ വ്യയം ചെയ്യുകയാണ്. അതാണ് സ്വയം ഇല്ലാതാക്കി മറ്റുള്ളവരെ കരുതുന്ന, കരുതലുള്ള ആളാണ് യേശു.
മൂന്നാമത്തേത്, കർത്താവിൻ്റെ സ്വഭാവത്തിൻ്റെ മറ്റൊരു പ്രത്യേകത നമ്മളിവിടെ കാണുന്നത് ഹിസ് അതോറിറ്റി ഓവർ പീപ്പിൾ. അവന് ജനത്തിൻ്റെ മേലുള്ള അധികാരം. നമ്മൾ ശക്തനായൊരു നേതാവിനെ ഈ എപ്പിസോഡിൽ കണ്ടുമുട്ടുന്നുണ്ട്. അതെന്താണ്? ഒന്ന്, ഏറ്റവും രസകരമായ സംഗതി, നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഒരു കുഞ്ഞിൻ്റെ കയ്യിലിരിക്കുന്ന ഐസ്ക്രീം അത്ര എളുപ്പത്തിൽ സ്വന്തമാക്കാൻ പറ്റുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? സെപ്പറേറ്റിംഗ് എ യങ് ബോയ് ഫ്രം ഹിസ് പിക്നിക് ലഞ്ച് ഈസ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് തിങ് ഫോർ ആൻ അഡൾട്ട്. ഒരു കുഞ്ഞിൻ്റെ കയ്യിൽ, പിക്നിക്കിന് പോയ, ടൂറ് പോയ കുഞ്ഞിൻ്റെ കയ്യിലിരിക്കുന്ന അവൻ്റെ ലഞ്ച് ബോക്സും അല്ലെങ്കിൽ അവൻ്റെ കയ്യിലിരിക്കുന്ന ഐസ്ക്രീമും തട്ടിപ്പറിക്കുക അത്ര നിസ്സാരമല്ല. തട്ടിപ്പറിക്കുക എന്ന് ഞാൻ ഉപയോഗിച്ച വാക്ക് ശരിയല്ല, തട്ടിപ്പറിച്ചതല്ല, പക്ഷേ അത് അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാൻ പാടാണ്. പക്ഷേ ആ ഈശോ ചോദിക്കുമ്പോൾ ഈ കുഞ്ഞത് കൊടുക്കും. ഹിസ് അതോറിറ്റി ഓഫ് പീപ്പിൾ, ഹൃദയങ്ങളെ കീഴടക്കാനുള്ള യേശുവിൻ്റെ കഴിവ്. മറ്റൊന്ന്, അവൻ പറയുകയാണ്, അതായത് യേശു ഈ ജനത്തോട് പറയുന്ന മറ്റൊരു കാര്യം, ഈ ജനത്തെ അവിടെ ഇരുത്തുക, അവരെ ഭക്ഷണത്തിന് ഇരുത്തുവിൻ, സിറ്റ് ദം ഫോർ ദെയർ ലഞ്ച്. അവിടെ ഇരുത്തുക കമാൻഡാണ്. അതുപോലെ തന്നെ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുക. പിന്നെ മൂന്നാമതായിട്ട് മിച്ചം വന്നത് ശേഖരിക്കുക. ഇതെല്ലാം, ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ ഇതിനൊന്നും പറഞ്ഞ കാര്യങ്ങൾക്ക് പിന്നീട് ഒരു കാലതാമസവും വരുന്നതായി നമ്മൾ കാണുന്നില്ല. അതെല്ലാം അപ്പോൾ ക്ഷണനേരത്തിൽ അപ്പോൾ തന്നെ സംഭവിക്കുകയാണ്. അതായത് യേശു പറയുന്നതൊക്കെ ജനം അതുപോലെ സ്വീകരിക്കത്തക്ക വിധം അവന് ജനത്തിൻ്റെ ഹൃദയത്തിൻ്റെ മേൽ അധികാരമുള്ള ഹൃദയങ്ങളുടെ രാജകുമാരനാണ് യേശു. അവന് പറയുകയാണ്, ഇത് മിച്ചം വന്നത് ശേഖരിക്കുവിൻ. ജീസസ് ഈസ് ഓൾവേസ് ജനറസ് ബട്ട് ഈസ് നോട്ട് എക്സ്ട്രാവഗൻറ്റ്. അവൻ ഉദാരശീലനാണ്, പക്ഷേ അവൻ ധാരാളിത്തം കാണിക്കുന്നവനല്ല. ആവശ്യമുള്ളത് ആവശ്യം പോലെ കൊടുക്കുന്നു, മിച്ചം വന്നതെല്ലാം കളയാതെ ശേഖരിക്കാൻ ആവശ്യപ്പെടുന്നു. ഈസ് ജനറസ് ബട്ട് ഈസ് നോട്ട് എക്സ്ട്രാവഗൻറ്റ്. അടുത്തതായി നമ്മൾ കാണുന്നത് അവന് ജനത്തോടുള്ള ഔദാര്യം. അവന് ജനത്തോടുള്ള ഔദാര്യം അല്ലെങ്കിൽ ആ കരുണാർദ്രമായ സ്നേഹം. അത് നമ്മൾ കാണുന്നത് ഈ ജനം കഴിക്കുന്നത് വരെ അവൻ അപ്പം മുറിച്ച് വിളമ്പിക്കൊണ്ടേയിരുന്നു. അപ്പം മുറിക്കുന്നു, വിളമ്പുന്നു, അപ്പം മുറിക്കുന്നു, വിളമ്പുന്നു. ഈ അവസാനത്തെ ആൾ ഭക്ഷിച്ച് തരുന്നത് വരെ. ഒരുപക്ഷെ ഈ ലൈനിലെ ഏറ്റവും ലാസ്റ്റ് ഇരിക്കുന്ന ആളും ഭക്ഷിച്ച് കഴിയുന്നത് വരെ അവനിങ്ങനെ മുറിച്ച് വിളമ്പിക്കൊണ്ടേയിരുന്നു. ആ മുറിച്ച് വിളമ്പിക്കൊണ്ടേയിരിക്കുന്നത് ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ഓരോ ബലിപീഠത്തിലും അവൻ തന്നെ മുറിച്ച് വിളമ്പിക്കൊണ്ടേയിരിക്കുന്നു. ഹിസ് ജനറോസിറ്റി ഫോർ ഹിസ് പീപ്പിൾ. കുരിശിൽ അവൻ തന്നെ മുറിച്ച് വിളമ്പി. നാലാമതായിട്ട് യേശുവിൻ്റെ സ്വഭാവത്തിൻ്റെ മറ്റൊരു പ്രത്യേകത നമ്മൾ കാണുന്നത്, അഞ്ചാമത്തെ കാര്യം, ഞാൻ 5 കാര്യങ്ങളാണ് പറയുന്നത്. 1, യേശുവിന് ജനത്തെക്കുറിച്ചുള്ള അറിവ്. 2, യേശുവിന് ജനത്തെക്കുറിച്ചുള്ള കരുതൽ. 3, യേശുവിന് ജനത്തിൻ്റെ മേലുള്ള അധികാരം. 4, യേശുവിന് ജനത്തിൻ്റെ മേലുള്ള ഔദാര്യം, ജനത്തോട് കാണിക്കുന്ന ഔദാര്യം. 5ാമത്തെ കാര്യമാണ് ഹിസ് ഫ്രീഡം ഫ്രം ഹിസ് പീപ്പിൾ. ഹിസ് ഫ്രീഡം ഫ്രം പീപ്പിൾ. ജനത്തിൽ നിന്നുള്ള മോചനം, ജനത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. അതായത് ഈ ജനത്തോട് ഇത്രയും ഉദാരനായി, ഇത്രയും കരുണാർദ്ദനായി, ഇത്രയും സ്നേഹത്തോടെ നിർലോഭമായൊരു മനസ്സോടെ നിൽക്കുമ്പോഴും യേശു ജനം അവനെ പിടിച്ച് രാജാവാക്കാൻ ഉദ്യമിക്കുമ്പോൾ അവൻ അവരിൽ നിന്ന് മാറി മലമുകളിലേക്ക് പിന്മാറുന്നു. ഹിസ് ഫ്രീഡം ഫ്രം പീപ്പിൾ. ജനത്തിനിടയിൽ നിൽക്കുമ്പോഴും ജനത്തിൻ്റെ ദുശാഠ്യങ്ങൾക്ക് വഴങ്ങാത്ത യേശു. ഇത് ഡിഫിക്കൽട്ടാണ്. പോപ്പുലാരിറ്റി വേണ്ട എന്ന് വെക്കാൻ വളരെ കുറച്ച് ആളുകൾക്കേ പറ്റൂ. ഒരു വലിയ ആരവം കൺമുമ്പിൽ നിൽക്കുമ്പോൾ മാറി ആരവങ്ങളില്ലാത്ത ഒരിടത്തേക്ക് പിൻവലിയാൻ വളരെ കുറച്ച് ആളുകൾക്കേ പറ്റൂ. ഒരു പബ്ലിക്കിൻ്റെ മുഴുവൻ സ്നേഹാദരങ്ങളും നിങ്ങൾക്ക് ലഭ്യമായിരിക്കെ അത് വേണ്ടാന്ന് വെച്ച് മാറിപ്പോവാൻ വളരെ കുറച്ച് ആളുകൾക്കേ പറ്റൂ. Only very few people can resist the temptation of popularity.
അവർ അവനെ രാജാവാക്കാൻ പരിശ്രമിക്കുകയാണ്. അവൻ രാജാവിൻ്റെ ശിരസിൽ ചാർത്തപ്പെടുന്ന തങ്കക്കിരീടത്തെക്കാൾ തൻ്റെ ശിരസിലേക്ക് ആഴ്ന്നിറങ്ങുന്ന മുൾക്കിരീടത്തെ സ്നേഹിച്ചവനാണ്. ഹി പ്രിഫേർഡ് ക്രൗൺ ഓഫ് തോൺ ഇൻ ദ പ്ലേസ് ഓഫ് എ ക്രൗൺ ഓഫ് ഗോൾഡ്. തങ്കക്കിരീടങ്ങളെക്കാൾ മുൾക്കിരീടങ്ങളെ സ്നേഹിച്ചവനാണ് യേശു. സ്ഥാനമാനങ്ങളെയും അംഗീകാരങ്ങളെയും പദവികളെയും അവൻ ബൈപ്പാസ് ചെയ്ത്, അവൻ അതിനെ എതിർത്ത്, അതിനെ റെസിസ്റ്റ് ചെയ്ത് അവൻ ഓടി മറഞ്ഞു. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ ഈ ഭാഗം അവസാനിപ്പിക്കുകയാണ്. അപ്പം വർദ്ധിപ്പിക്കുന്ന സംഭവത്തിൽ ഈശോ ശൂന്യതയിൽ നിന്നാണ് അപ്പം വർദ്ധിപ്പിക്കുന്നത്, ഒന്നുമില്ലായ്മയിൽ നിന്ന്. അതവൻ്റെ ദൈവത്വത്തിൻ്റെ തെളിവാണ്. ഹി ഈസ് ക്രിയേറ്റിംഗ് സംതിങ് ഔട്ട് ഓഫ് നത്തിങ്നെസ്. അതായത് അപ്പം വർദ്ധിപ്പിക്കുന്നത്, 5 അപ്പം ഉണ്ടെങ്കിലും ഈ അപ്പത്തിൽ നിന്നല്ല മറ്റപ്പം ഉണ്ടാവുന്നത്. ഈ 5 അപ്പം എന്ന് പറയുന്നത് 6, 7, 8, 9, 10 ഒക്കെ ആയിട്ട് വർദ്ധിക്കുമ്പോൾ ഈ പുതിയതായി വരുന്ന അപ്പം ഈ അപ്പത്തിൽ നിന്ന് വരുന്നതല്ല, മറിച്ച് അത് പുതിയ അപ്പമാണ്. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ ഹി ഈസ് ക്രിയേറ്റിംഗ് സംതിങ് ഔട്ട് ഓഫ് നത്തിങ്. ഒരു കാര്യം അതാണ്. വേറൊരു ആംഗിളിൽ കണ്ടാൽ അവൻ തൻ്റെ കയ്യിൽ തനിക്ക് ലഭിച്ച അപ്പത്തെ ട്രാൻസ്ഫോം ചെയ്യുകയാണ്, രൂപാന്തരപ്പെടുത്തുകയാണ്, വർദ്ധിപ്പിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം യേശുവിൻ്റെ ദൈവത്വത്തിൻ്റെ തെളിവാണ്. അങ്ങനെ ദൈവമായ യേശു ഈ 6-ാം അധ്യായത്തിൽ തന്നെ മുറിച്ച് തന്നെ ഭക്ഷണമായി നൽകുന്നതിൻ്റെ ഒരുക്കമായി ഈ അപ്പം വർദ്ധിപ്പിച്ചു കൊടുത്തുകൊണ്ട് കർത്താവ് ഈശോ മിശിഹ തൻ്റെ അധികാരവും തൻ്റെ ശക്തിയും ജനത്തിന് വെളിപ്പെടുത്തുകയാണ്. 6-ാം അധ്യായത്തിൻ്റെ 15 വരെയുള്ള തിരുവചനങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനിയും ദൈവം അനുവദിക്കുമെങ്കിൽ അടുത്ത എപ്പിസോഡിൽ 16 മുതൽ കാണാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതുവരെയും സമാധാനത്തിലും സ്നേഹത്തിലും സ്വസ്ഥതയിലും കൃപയിലും ദൈവം നിങ്ങളെ കാത്തു സൂക്ഷിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്ക് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് അനുഗ്രഹത്തോടെ മുന്നോട്ട് പോകാം, സ്നേഹത്തോടെ ജീവിക്കാം. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.